പിന്നെ വേറൊരു ട്രൈബിനെ പറ്റി കേട്ടു. ഞാനിപ്പോ അടുത്ത് എന്റെ ഫ്രണ്ടിനോട് പറഞ്ഞു, ഐ തിങ്ക് ഇറ്റ്സ് ഇൻ കാനഡ, എനിക്ക് ഓർമ്മയില്ല. കാനഡയിലെ കുറെ ഈ യൂക്കോൺ ഭാഗത്തൊക്കെ ഇപ്പോൾ ഫസ്റ്റ് നേഷൻസ് ഉണ്ട്, നമ്മളെ അടുപ്പിക്കാതെ ജീവിക്കുന്ന കുറെ പേര്, അവര് ടെറിട്ടറി ആയിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഒരു ജേർണലിസ്റ്റ് എന്തോ അങ്ങോട്ട് പോയിട്ട് അവളെ പിടിച്ചു വെച്ചു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സ്റ്റോറി കേട്ടു. എനിക്ക് വേറെ സ്റ്റോറി ഉണ്ടായി. ഞാനിപ്പോ ടൊറോണ്ടോയിലാണല്ലോ. അപ്പൊ ടൊറോണ്ടോയില് ഞാൻ വർക്ക് ചെയ്യുന്നത് പറഞ്ഞാല് ടൊറോണ്ടോ മെട്രോപൊളിറ്റൻ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള അതിന്റെ തൊട്ടടുത്താണുള്ളത്. അപ്പൊ ഞാന് പള്ളിയിലേക്കൊക്കെ നിസ്കരിക്കാൻ പോകുമ്പോ ടൊറോണ്ടോ മെട്രോപൊളിറ്റൻ TMUന്റെ ഇതിലൂടെ പോവാം. ഹിസ്ബ് സൗദി പോയി ചെക്കൻ. ഞങ്ങളുടെ ഫ്രണ്ട് ഉണ്ട് ഹിദായ, അപ്പൊ അവൾക്കൊരു അനിയനുണ്ട് ഹിസ്ബ്. ഇവന് TMUലെ പഠിക്കുന്നത്. ഇവൻ ഞങ്ങളെക്കാളും എത്ര പ്രായം കുറവാണ്. അപ്പൊ ഞങ്ങൾ ഇവനൊരു ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കാനഡ ഏറ്റവും ബെസ്റ്റ് വൈബ് കൊടുക്കാൻ വിചാരിച്ചു ഞങ്ങൾ ഓരോന്ന് പറയും. പക്ഷെ ഇവൻ ഇതൊന്നും കേൾക്കില്ല. സമ്മറിലാണ് കാനഡ ഏറ്റവും വൈബ്, ഏറ്റവും ബെസ്റ്റ്. എല്ലാരും ഈ വിന്റർ ഒക്കെ പിടിച്ചു നിൽക്കുന്ന പറഞ്ഞാൽ കാനഡയിൽ ആ സമ്മർ എക്സ്പീരിയൻസ് ചെയ്യാനാണ്. എന്നിട്ട് ഇവ സമ്മർ അങ്ങോട്ട് ആയതും ഇവ ഫ്ലൈറ്റ് കയറി തിരിച്ച് സൗദി പോയി. സ്പോയിൽഡ് ബ്രെഡ്. അപ്പൊ ഈ TMUയുടെ ഞങ്ങൾ നടന്നു പോകുമ്പോ പല കാഴ്ചകളുണ്ടാവും. ഓരോ ദിവസം പോകുമ്പോൾ ഓരോ കാഴ്ചകളും പല ഹാപ്പനിങ്സും ഉണ്ടാവും. അങ്ങനെ ഒരു ദിവസം ഞാൻ പോയപ്പം സ്ട്രീറ്റ് ലൈറ്റുമ്പോ മൊത്തം റെഡ് ഡ്രസ്സസ് ഹാങ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തത് ഇങ്ങനെ പൊതുവെ ഉണ്ടാവാറില്ലല്ലോ. അപ്പൊ അതിന്റെ ലെഫ്റ്റില് കുറച്ച് ഗ്രൂപ്പ് ഓഫ് കുട്ടികള് റെഡ് ഡ്രസ്സിൽ നിൽക്കുന്നുണ്ട്, റെഡ് ഔട്ട്ഫിറ്റിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അവരോട് പോയിട്ട് ചോദിച്ചു, ഇതെന്താ ഇവിടെ ഇങ്ങനെ റെഡ് ഡ്രസ്സ്? നമുക്ക് ക്യൂരിയോസിറ്റി ആണല്ലോ, പിന്നെ ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ഒരു അവസരം. അപ്പൊ ഞാൻ ചെയ്തത് എന്താ ഇവിടെ റെഡ് ഡ്രസ്സ് ഇതാക്കി. അപ്പൊ പറഞ്ഞു, ഓ ഹി വാണ്ട്സ് ടു നോ വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ എന്ന് പറഞ്ഞു. അപ്പൊ ഒരു പെൺകുട്ടി വന്ന് ഈ പെൺകുട്ടിനെ അല്ല, ഇവര് പല പല ആൾക്കാരാണ്. പക്ഷെ ഈ വന്ന പെൺകുട്ടി കണ്ടാൽ തന്നെ നമുക്ക് ഫേഷ്യൽ സ്ട്രക്ചർ നമുക്ക് മനസ്സിലാകും ഇവള് ഒരു ഇൻഡിജിനസ് ആണെന്ന്, ട്രൈബൽ ആൾക്കാരൊക്കെ ഉള്ള പോലെ. അപ്പൊ എന്നിട്ട് ഇവള് വന്നിട്ട് പറഞ്ഞു, ഇവിടെ കാനഡയില് ഞങ്ങളുടെ എന്താ ഫസ്റ്റ് നേഷൻസ് എന്ന് അവരെ പറയാൻ ഇൻഡിജിനസ് എന്ന് പറയും. ഇൻഡിജിനസ് ആൾക്കാരില് കുറെ പേരെ കിഡ്നാപ്പ് ചെയ്യുന്നുണ്ട്, കിഡ്നാപ്പ് ചെയ്ത് കൊല്ലുന്നുണ്ട്, ടാർഗറ്റ് ചെയ്തിട്ട് ഹെയ്റ്റ് ക്രൈം ഒക്കെ പോലെ അങ്ങനെ കുറെ ആൾക്കാരെ ടാർഗറ്റ് ചെയ്ത് കൊല്ലുന്നുണ്ട്. പക്ഷെ ഗവൺമെന്റ് ഇതിനെതിരെ ഒന്നും ആക്ഷൻ എടുക്കുന്നില്ല. ഗവൺമെന്റ് പിന്നെ പണ്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ഇപ്പൊ ഇല്ലാന്നാണ് എന്റെ ഒരു വിശ്വാസം.